ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ സൗമ്യ, മറിയം ട്രാവൽസ് ആൻഡ് ഹോളിഡേയ്സ്. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗദി ഫാമിലി മൾട്ടിപ്പിൾ എൻട്രി വിസയുമായിട്ടുള്ള സംശയങ്ങൾ ഒരു രീതിയിലും തീരുന്നില്ല, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ കമൻസിൽ ഒരുപാട് സംശയങ്ങളാണ്, വാട്സപ്പിൽ വേറെയും. സത്യത്തിൽ ഈ 2 ദിവസവും എനിക്കുള്ള ബാക്കിയുള്ള വർക്കൊക്കെ പെൻഡിങ് ആയി. ഞാൻ ഇങ്ങനെ ഇതിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സന്തോഷം, എന്തായാലും നിങ്ങൾക്കുള്ള സംശയമാണല്ലോ. അപ്പം എനിക്കറിയുന്ന കാര്യങ്ങൾ, നിലവിലത്തെ അപ്ഡേറ്റ് എന്താണോ അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതും. ഇൻഷാ അല്ലാഹ് മുന്നിലേക്കും അങ്ങനെ തന്നെയായിരിക്കും. നമുക്ക് ഒരു കാര്യത്തിലും ഒരു കൺഫർമേഷൻ, ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷൻ സർക്കുലർ ഓർ അപ്ഡേറ്റ് കയ്യിൽ കിട്ടാത്ത അത്രയും കാലത്തോളം ഒരു കാര്യങ്ങളും ഗ്യാരണ്ടി ആയിട്ട് പറയാൻ സാധ്യമല്ല. അങ്ങനെ പറയുന്നൊരു ചാനലും അല്ല ഇത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 10-15 വർഷക്കാലമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. സ്വന്തമായിട്ട് ട്രാവൽ ഏജൻസി നടത്തി വരുന്ന ആളാണ്. അപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡിസ്കഷനിൽ അതിലൂടെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പ്രതീക്ഷയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയാത്തവർക്ക് നിലവിൽ ഇപ്പോൾ സിംഗിൾ എൻട്രി വിസ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. അതല്ല, വരും ദിവസങ്ങൾ 2 ആഴ്ചയ്ക്കുള്ളിലൊക്കെ ഇങ്ങനെ ശരിയാകുമെന്ന് കേൾക്കുന്നുണ്ട്, ഒരു പ്രതീക്ഷയാണ്. അതുവരെ വെയിറ്റ് ചെയ്യാൻ കഴിയുന്നവർക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം VFS അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസ കിട്ടും. അങ്ങനെയല്ലേ പറയാൻ കഴിയുള്ളൂ. അല്ലാതെ ഇനി വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു കൺഫർമേഷൻ റിപ്ലൈ കിട്ടാതെ എനിക്ക് എന്താ പറയാൻ കഴിയുക? ഒരുപാട് പേരും ചോദിക്കുന്ന, മാം നമ്മൾ ഒരാഴ്ച വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ കിട്ടുമോ? വിസ ആയിട്ടുണ്ട്, VFS അപ്പോയിൻമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾക്ക് സാധ്യമാണ്. ഒരു പ്രതീക്ഷ പോലെ ഇപ്പം നമ്മൾ ട്രാവൽ ഏജൻസി ഫീൽഡിലുള്ളവരും പ്രതീക്ഷിക്കുന്ന പോലെ നിങ്ങൾക്കും ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കാൻ കഴിയുമെങ്കിൽ വെയിറ്റ് ചെയ്ത് നോക്കുക. അത്രയും സമയം വെയിറ്റ് ചെയ്തിട്ടും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ VFSലേക്ക് എടുത്തിട്ട് സിംഗിൾ എൻട്രിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അതേ പറയാൻ പറ്റത്തുള്ളൂ. ഇനി 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ VFSലേക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് പോകാനിരിക്കുന്നവരുണ്ടല്ലോ സിംഗിൾ എൻട്രി വിസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരെന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. കൊണ്ടുപോകേണ്ടത് ഈ ആപ്ലിക്കൻറ്റിൻ്റെ ഒറിജിനൽ പാസ്പോർട്ട് ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ മതി, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഹസ്ബൻഡിൻ്റെ സ്പോൺസർഷിപ്പിൽ വിസ എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് കോപ്പി, ഇക്കാമ കോപ്പി, അത് PDF ആയിട്ട് നിങ്ങൾ വാട്സപ്പിൽ വരുത്തിച്ചിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കുക. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പാസ്പോർട്ടിൻ്റെ ബാക്ക് പേജിൽ സ്പൗസ് നെയിം, അതായത് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം. അറ്റസ്റ്റേഷൻ നടക്കുന്നുണ്ട്, അപ്പോസ്റ്റിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ അത് അറ്റസ്റ്റ് ചെയ്യേണ്ടവർക്ക് അറ്റസ്റ്റ് ചെയ്യാം, അപ്പോസ്റ്റിലാണ് ചെയ്യേണ്ടവർക്ക് അപ്പോസ്റ്റിൽ ചെയ്യാം. അത് പേരില്ലാത്തവർ അങ്ങനെ ചെയ്യാം. പിന്നെ VFSനകത്ത് ചെല്ലുമ്പോഴത്തേക്കും ഇപ്പോൾ 2 പേരുടെ പാസ്പോർട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും പേരൊക്കെ ഉണ്ട്. പക്ഷേ അവർ വീണ്ടും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ. അപ്പോൾ അതുകൊണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അപ്പോസ്റ്റിൽ, മിനിമം അപ്പോസ്റ്റിൽ ചെയ്തെങ്കിലും വെക്കണം എന്നുള്ളതാണ്. കാരണം അവിടെ ചെല്ലുമ്പോൾ അവരുടെ ചോദ്യങ്ങൾ എന്താകും എന്നുള്ളത് അറിയത്തില്ല. അതുപോലെ തന്നെ വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ വിസയ്ക്ക് എത്ര നാളത്തെ വാലിഡിറ്റി ഉണ്ടാകും? നോർമലി ഒരു 90 ഡേയ്സ്, 3 മാസത്തെ വാലിഡിറ്റിയെ കിട്ടും. വിസയുടെ വാലിഡിറ്റിയാണ്, ഡ്യൂറേഷൻ അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നതിന് ശേഷം വാലിഡിറ്റി അൻറ്റിൽ എന്ന് പറഞ്ഞൊരു ഡേറ്റ് അതിനകത്തുണ്ടാവും. ആ ഡേറ്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ വിസ ഉപയോഗിക്കാം. അതിനുള്ളിൽ നിങ്ങൾ ട്രാവൽ ചെയ്താൽ മതി കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാസം വരെ സ്റ്റേ ചെയ്യാനും പറ്റും. മാക്സിമം 90 ഡേയ്സ് സ്റ്റേ ചെയ്യുക, അതിനുശേഷം എക്സിറ്റ് ആവുക. 90 ഡേയ്സ് കഴിഞ്ഞാൽ സിംഗിൾ എൻട്രിയിൽ പോയിട്ട് 90 ഡേയ്സ് സ്റ്റേ ചെയ്തിട്ട് അത് കഴിഞ്ഞാൽ അവിടെ നിന്നും റിന്യൂ ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അവിടെ വിസ ഇഷ്യൂ ചെയ്യുന്ന മിനിസ്ട്രിയായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ സ്ഥാപനങ്ങളുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ കഴിയും. എന്തായാലും 90 ഡേയ്സ് കഴിഞ്ഞാൽ എക്സിറ്റ് ആയിട്ട്, ഇപ്പോൾ നാട്ടിൽ തന്നെ വരണമെന്നില്ല, ബഹ്റൈനിലോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും കൺട്രിയിലേക്ക് എക്സിറ്റ് ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും വിസ എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ പേയ്മെൻറ്റ് ഇൻസൈഡ് കൺട്രി എക്സ്റ്റൻഷൻ, അതായത് പേയ്മെൻ്റ് ഒക്കെ അടച്ചെന്ന് ചില ഓപ്ഷൻസും കേൾക്കുന്നുണ്ട്. അത് നിങ്ങൾ അവിടുത്തെ അതുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിൽ മൾട്ടിപ്പിൾ എൻട്രി ആയിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ സാറ്റർഡേ ലൈവിൽ വരാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വിസയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ലൈവിൽ വരാനായിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അനുയോജ്യമായൊരു സമയം പറയൂ. ശനിയാഴ്ച പിന്നെ വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷമായിരിക്കും എനിക്കും കൂടുതലൊരു കൺവീനിയൻ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്കും പറ്റുന്നൊരു ടൈം പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ ടൈമിൽ ഞാൻ ലൈവ് വരാം. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ വന്ന് അറിയിക്കുക ഏത് ടൈമിന് ലൈവ് വരണമെന്നുള്ളത്. ഓക്കെ, എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചോളൂ. എനിക്കറിയുന്ന നിലവിലത്തെ അപ്ഡേറ്റ് വെച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും.
ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പോൾ ഇനി മറ്റ് വീഡിയോ ആയിട്ട് കാണാം. സംശയങ്ങൾ ചോദിച്ചോളൂ, ഒരു തെറ്റുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ചെയ്തു തരുന്ന ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള A to Z സർവീസും മറിയം ട്രാവൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വാട്സപ്പിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ഇൻഷാ അല്ലാ വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മറ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.